അലക്കിയതൊക്കെ ആറിടാണ്ട് വാഷിംഗ് മെഷീനിലും. ഹലോ ഗൈസ്, പനി ആയതുകൊണ്ട് ഇതാ ചൂടുവെള്ളമുണ്ട്, പിന്നെ ഇതാ പച്ചവെള്ളമുണ്ട്, എല്ലാ വെള്ളമുണ്ട്. ഇല്ല, എനിക്ക് കുറച്ച് ആറിടാനൊക്കെ ഉണ്ട് വാഷിംഗ് മെഷീനിൽ. എല്ലാം ഞാൻ തന്നെ വേണ്ടേ ചെയ്യാൻ ഗൈസ്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നൊരു ഈവനിങ് വ്ളോഗിടാന്ന് വിചാരിച്ചിട്ടുണ്ടോ, ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പം എന്താന്ന് വെച്ചാൽ ഇക്കാക്ക് പനി ആയതുകൊണ്ട് ഇക്ക അവിടെ ഉണ്ട് കേട്ടോ, അന്ന് ഷോപ്പിലൊന്നും പോയിട്ടില്ല. അപ്പം ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചായ കുടിക്കുകയാണ് കിച്ചണിൽ വന്നിട്ട്. ചായയും ബിസ്ക്കറ്റും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഈ ബിസ്ക്കറ്റ് ചായയിൽ മുക്കി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ വീഡിയോ അതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്കോ ഷെയറോ അതുപോലെ ഡിസ്ലൈക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. അപ്പം മിക്സറും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. ഇതാ ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ, ഉമ്മ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇരുന്നിട്ട് ചായ കുടിക്കണം. ഒറ്റയ്ക്കല്ല, മക്കൾ വന്നിട്ടില്ല കേട്ടോ. അപ്പം അവർ വരുമ്പോഴത്തേക്ക് ഒരു 5 മണിയൊക്കെ കഴിയും. ഒരു മിക്സർ ഉണ്ട്, പിന്നെ കുറച്ച് ബൂന്തി ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ രാവിലത്തെ പുട്ട് ബാക്കിയുള്ളതിനെ കൊണ്ട് ഉമ്മ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു പുട്ടുപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. മക്കൾ വരുമ്പോഴത്തേക്ക് കുറേ സമയമാവും. പിന്നെ ഇക്കാക്ക് പനി ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് മുഖത്ത്. പിന്നെ വേഗം ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിച്ചു. അല്ലെങ്കിൽ മക്കൾ വന്നിട്ടൊക്കെ തന്നെയാണ് ഞാൻ ചായ കുടിക്കില്ല. ഞാൻ പൊതുവേ അങ്ങനെ ചായ ഒന്നും കുടിക്കില്ല, എന്നാൽ ചിലപ്പോൾ ബേക്കറിയൊക്കെ കാണുമ്പോൾ എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയുടെ കഴിഞ്ഞ് സിറ്റൗട്ടിൽ വന്നിരുന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. മുറ്റം ഫുള്ള് വെള്ളമാണ് കേട്ടോ. മഴ പെയ്തിട്ട് വെള്ളവും ഇലകളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് കുറേ നിറയെ മരങ്ങളുണ്ട്, പ്ലാവും അതൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ ഇക്കാടെ വണ്ടിയിൽ പെട്രോൾ ഇല്ലായിരുന്നു ബൈക്കിൽ. അപ്പം അത് വാങ്ങിക്കാനായിട്ട് പോവാണ് ഇക്ക. അപ്പോൾ കാർ എടുത്തിട്ട് പോയി പെട്രോൾ വാങ്ങിച്ചിട്ട് വണ്ടിയിൽ ഒഴിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ പെട്രോളിൻ്റെ കുപ്പിയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഇക്ക പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കളെ കാത്തിട്ടാണ് കേട്ടോ. അങ്ങനെ അവർ വരുന്നുണ്ട്. അങ്ങനെ അയൽവക്കത്തുള്ള താത്ത വന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവരുടെ ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. ബസ്സല്ല, വാനാണ്. അങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവരിപ്പം നടന്നു വരും. കൊണ്ടാ അങ്ങനെ സ്കൂളിട്ട് വന്ന് യൂണിഫോമും കഴിച്ച് മേലെ കഴുകി വന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുക. ചിലപ്പോൾ വിശക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കൈയും കാലൊക്കെ കഴുകിയിട്ടും ചായ കുടിക്കാനിരിക്കും. ഇന്നിപ്പോൾ എന്തായാലും മേലെ കഴുകാൻ വേണ്ടി 2 ആളും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ചായയൊക്കെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. പാലൊക്കെ ഉള്ള ടൈമിൽ പാൽ പറഞ്ഞ ചായയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ബിസ്ക്കറ്റും മിക്സറൊക്കെ ഞങ്ങൾ നേരത്തെ തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചായക്ക് കടിയായിട്ട് കേക്ക് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ അവർ മേലൊക്കെ കഴുകി വന്ന് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇയാൾ പോയിട്ട് അതേപോലെ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ അവൻ്റെ കൈയും കാലൊക്കെ കഴുകി ചായക്ക് ഒക്കെ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ആ കേക്ക് തീർന്നവരെ തീർക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്ത് വെക്കാനുണ്ടോ. കാരണം പിന്നെ ഫുഡൊന്നും കഴിക്കൂല. അങ്ങനെ അത് മതി, കുറച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. ഒക്കെ എടുത്ത് വെച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊന്ന് ഇടവണ്ണ പോകാനുണ്ടായിരുന്നു, അതിനു വേണ്ടി മാറ്റി ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.